നാവാൽ വർണ്ണ്യമോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ലോകം മുഴുവനും യേശുവിൻ്റെ ജനനത്തെ കൊണ്ടാടുന്നതായ ഒരു ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം. വാസ്തവത്തിൽ യേശു കർത്താവ് ജനിച്ചു എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതായ ഒരു ചരിത്ര സത്യമാണ്. ചരിത്രത്തെ രണ്ടായി വിഭജിച്ചതായ ഒരു ജനനമാണ് യേശുവിൻ്റെ ജനനം. വലിയവനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു വീണതാണ് യേശു കർത്താവ്. അതുകൊണ്ട് തന്നെ ആ ജനനം അതീവ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു വസ്തുതയാണ്. യേശു കർത്താവ് ജനിച്ചു എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്തതായ ഒരു ചരിത്ര സത്യമാണ്. എന്നാൽ അത് ഇന്ന ദിവസമായിരുന്നു എന്നുള്ളത്
തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാലക്കണക്കനുസരിച്ച് പല വേദപണ്ഡിതന്മാരും ചില ദിവസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇന്ന ദിവസം എന്ന് കൃത്യമായി തിരുവെഴുത്ത് നമ്മോട് പറയുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു ജനനമായിരുന്നു. അത് ലോകം സാക്ഷ്യം വഹിച്ചതായ ഒരു ദിവ്യ ജനനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യേശുവിൻ്റെ ജനനത്തെ വിളിച്ചറിയിക്കുന്നതാണല്ലോ ക്രിസ്തുമസ് എന്ന് പറയുന്നതായ ഈ സന്തോഷ സമയം. എന്നാൽ യേശു കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് പിന്നീട് ചരിത്രത്തിൽ വന്നതായ കാര്യങ്ങളാണ് ഈ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പാപ്പാമാരും ക്രിസ്മസ് കാർഡുകളും അതുപോലെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട മറ്റലങ്കാരങ്ങളും എല്ലാം തന്നെ. യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പ്രവാചകന്മാർ ദീർഘവർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നു എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുന്നതായ ഒരു വസ്തുതയാണ്. യേശുക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നതായ യെശയ്യാ പ്രവാചകൻ, ആ യെശയ്യാ പ്രവചനത്തിൽ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതേ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പ്രവാചകന്മാർ ദീർഘനൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നത് ചരിത്രത്തിൽ നിറവേറിയതാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്നുള്ളത് തീർച്ചയായും അത്ഭുതാവഹമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ദൈവികമായ ഈ ജനനത്തെ സംബന്ധിച്ച് നാം തിരുവെഴുത്തുകൾക്ക് അനുസരണമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതായ ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കുവാൻ ഇന്ന് രാവിലെ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്ന യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് പ്രത്യക്ഷപ്പെട്ടതായ ദിവ്യ നക്ഷത്രത്തെ തിരിച്ചറിഞ്ഞ വിദ്വാൻമാർ യേശുവിനെ കാണുവാനായിട്ട് യെരുശലേമിലേക്ക് വരുന്ന രംഗമാണ്. ഇത് രാജാവായി പിറന്നവനാകിയാൽ അവർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് ആദ്യമായി ചെല്ലുന്നത്. എന്നാൽ അവിടെ അല്ല ആ ശിശു ജനിച്ചത് എന്നറിഞ്ഞുകൊണ്ട് അവർ വീണ്ടും നക്ഷത്രത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്ത് കൃത്യമായ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് കാണുവാൻ കഴിയും. യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും വളരെ ചിന്തനീയമായ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടുന്നതാണ്. യേശു ജനിച്ചു വീണത് വാസ്തവത്തിൽ ഒരു പുൽക്കൂട്ടിലല്ല എന്ന് കാണുവാൻ സാധിക്കും. നാം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ജനിച്ചു വീണത് എവിടെയോ ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ വന്നതുകൊണ്ട് ഒരു പശുത്തൊട്ടിയിലേക്ക് അവനെ കിടത്തേണ്ടതായിട്ട് വന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മെ അറിയിക്കുന്നത്. അല്ലാതെ യേശു കർത്താവ് ഒരു പശുത്തൊട്ടിയിലല്ല ജനിച്ചു വീണത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാനായി വന്ന വിദ്വാൻമാർ എന്താണ് ചെയ്തത് എന്ന് മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ഈ ശിശുവിനെ കാണുവാനായി വരുമ്പോൾ തന്നെ പൊന്ന്, മൂര്, കുന്തിരുക്കം എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട സമ്മാനങ്ങളുമായിട്ടാണ് വരുന്നത് എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഈ സമ്മാനങ്ങളുമായിട്ട് വന്നത്? അതിന് മറ്റൊരു ചരിത്രമുണ്ട്. നാം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നത് വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുൻപാകെ വരരുത് എന്നാണ്. ഒരു പക്ഷേ തിരുവെഴുത്തുകളെ നന്നായി അവലോകനം ചെയ്യുന്ന, നന്നായി അപഗ്രഥിച്ചറിയാവുന്ന വിദ്വാൻമാർ ഈ വേദഭാഗം കണ്ടിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം അവർ കർത്താവിനെ കാണുവാനായി വിശേഷതയേറിയതായ ഈ സമ്മാനങ്ങളുമായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ 3 സമ്മാനങ്ങളും വാസ്തവത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിക്കുന്നതാണ്. പൊന്ന് യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെ കുറിക്കുന്നതായ സമ്മാന വസ്തുവാണ്. അതുപോലെ തന്നെ കുന്തിരുക്കം അവിടുത്തെ പൗരോഹിത്യത്തെ കാണിക്കുന്നു, മൂര് അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ കാണിക്കുന്നു. അങ്ങനെ 3 പ്രധാനപ്പെട്ടതായ സമ്മാനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഭാവിയിലേക്ക് അവിടുന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ളതായ സമ്മാനങ്ങളാണ് ഈ വിശേഷതയേറിയ സമ്മാനമായി വിദ്വാൻമാർ സമർപ്പിക്കുന്നത്. അതിൽ ഓരോന്ന് നാം ചിന്തിക്കുമ്പോഴും എത്ര അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് അവർ യേശു കർത്താവിൻ്റെ മുൻപാകെ സമർപ്പിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടുന്ന് രാജാധിരാജാവാണ്. അതുകൊണ്ട് അവർ പൊന്ന് അവിടത്തേക്ക് കാഴ്ചയായി അർപ്പിച്ചു,
മാത്രമല്ല അവിടുന്ന് കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്നവനാണ്. സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുവാനായി അവിടുന്ന് കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് തിരുവെഴുത്ത് നമ്മെ വ്യക്തമായി അറിയിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ സൂചനയായി അവർ മൂര് അവിടുത്തെ മുൻപാകെ കാഴ്ചയർപ്പിച്ചു. മാത്രമല്ല അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗസ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചവനാണ്. അതുകൊണ്ട് അതിൻ്റെ സൂചനയായി കുന്തിരുക്കം അവിടുത്തെ മുൻപാകെ കാഴ്ചയർപ്പിച്ചു. നോക്കുക, എത്രമാത്രം അർത്ഥവത്തായ 3 വിശേഷതയേറിയതായ സമ്മാനങ്ങളാണ് അവിടുത്തെ മുൻപാകെ വിദ്വാൻമാരെ കാഴ്ചയായി അർപ്പിച്ചത്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണു, അവനെ നമസ്കരിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് ആരാധ്യനാണ് എന്ന് കാണുവാൻ സാധിക്കും. അവിടുന്ന് മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ എന്നുള്ളതും കാണുവാനായിട്ട് സാധിക്കും. അവിടുത്തെ മുൻപാകെയാണ് അവർ വീണത്. ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു, വീണു, അവനെ നമസ്കരിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് യേശു കർത്താവിനെ നാം ആരാധിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നതായ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്തരുണത്തിൽ ചിന്തനീയമാണ്. എന്തൊക്കെയാണത്? 1, അവർ ശിശുവിനെ കണ്ടു എന്നുള്ളത് വളരെ പ്രസ്താവ്യമാണ്. ആ കർത്താവിനെ കാണുവാൻ നമുക്കിടയായി തീരണം. വിദ്വാൻമാർ വളരെ ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് അവരുടെ നിക്ഷേപപാത്രങ്ങളുമായി കടന്നു വന്ന് യേശുവിനെ കാണുവാനായി വന്നവരാണ്. അതുകൊണ്ട് യേശുവിനെ അവർ കണ്ടു. അവനെ കണ്ടെങ്കിൽ മാത്രമേ അവനെ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കാണുവാൻ നമുക്കിടയായിത്തീരണം. നമ്മുടെ വിശ്വാസ കണ്ണുകൾ അതിനുവേണ്ടി തുറക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ കാണാതെ നമുക്കവനെ ആരാധിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. യേശുവിനെ എങ്ങനെയാണ് നാം കണ്ടിരിക്കുന്നത്? അനേകർ യേശുവിനെ കാണുന്നത് കേവലം ഒരു ശിശുവായിട്ടാണ്. അനേകർ യേശുവിനെ കാണുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടാണ്. എന്നാൽ യേശുവിനെ എങ്ങനെയാണ് കാണേണ്ടുന്നത്? ശിഷ്യന്മാരോട് തന്നെ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? അതുകൊണ്ട് യേശുവിനെ നാം ആരായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവിടുന്ന് ലോകരക്ഷകനാണ്. നമ്മുടെ പാപത്തെ ചുമന്നൊഴിക്കുവാനായി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട ദൈവ കുഞ്ഞാടാണ്. ആ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായ നിലയിൽ രക്ഷിതാവായി കാണുവാൻ സാധിക്കുന്നുണ്ടോ? നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കാണുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നാം ക്രിസ്തുമസ് ആഘോഷിച്ചതുകൊണ്ടോ ദാനധർമാദികൾ ചെയ്തതുകൊണ്ടോ ഒന്നും നമ്മുടെ ആത്മാവിന് രക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് തിരുവെഴുത്ത് സ്പഷ്ടമായി നമ്മോട് പറയുന്നതായ കാര്യമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രിയമുള്ളവരെ, ക്രിസ്മസ് ആഘോഷിക്കുന്ന ധാരാളം ആളുകൾ ഒരുപക്ഷെ എൻ്റെ ഈ വാക്കുകളെ ശ്രവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ല എങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളത് തിരുവെഴുത്ത് നമ്മോട് സംസാരിക്കുന്നതായ വസ്തുതയാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അനുവാദം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെതായിട്ടുള്ള രീതികളിൽ നിന്ന് മാറിയിട്ട് ദൈവമക്കളായി തീരുവാൻ നമുക്ക് സാധിക്കണം. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവമകനായി ദൈവമകളായി തീർന്ന ഒരു വ്യക്തിക്ക് നിത്യത മുഴുവൻ കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ സാധിക്കും. അല്ലാത്ത ഏതൊരു വ്യക്തിയും ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുമ്പോൾ അവർ യാതനാസ്ഥലത്തേക്കും തുടർന്ന് അന്ത്യന്യായവിധിയിലൂടെ നിത്യമായ നരകാഗ്നിയിലേക്കും തള്ളപ്പെടുന്നു എന്നുള്ളത് ദൈവവചനം നമ്മെ അറിയിക്കുന്നതായ വസ്തുതയാണ്. രണ്ടാമത് നാം വായിക്കുന്നത് അവിടുന്ന് അവൻ്റെ മുൻപാകെ വീണ് അവനെ നമസ്കരിച്ചു എന്നുള്ളതാണ്. ഇത് കൃത്യമായ ആരാധനയാണ് സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ കാണുവാനും അവിടുത്തെ മുൻപാകെ വീണ് അവനെ നമസ്കരിക്കുവാനും അർത്ഥാൽ അവനെ ആരാധിക്കുവാനും നമുക്ക് സാധിക്കണം. മറ്റാരെയുമല്ല നാം ആരാധിക്കേണ്ടത്, ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ സാധിക്കണം. യേശുക്രിസ്തു ആരാധ്യനാണ്, അവിടുന്ന് ദൈവമാണ്. ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് ഫിലിപ്പ് ലേഖനത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവാണ് ആരാധ്യനായവൻ. അവിടുത്തെ ആരാധിക്കണം, അവിടുത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയത് കൊണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും നമ്മുടെ ആത്മാവിന് രക്ഷ ലഭിക്കുന്നില്ല. നാം കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യകരമായ അനുഭവം എന്നുള്ളത്.
വിവിധ നിലകളിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരുണ്ട്. മദ്യപാനം ചെയ്തും ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരുണ്ട്. അതുപോലെ ലോകത്തിൻ്റേതായിട്ടുള്ള സന്തോഷമാർഗങ്ങളിലൂടെ ഒക്കെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരുണ്ട്. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് പൂർണ്ണമായി ഹൃദയത്തിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ ക്രിസ്തുമസ് നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമായി തീർന്നു, അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ജനനം മറ്റനേക സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഏറ്റവും ഉന്നതനായിരുന്നവൻ ചെറുതായി വന്ന് ഏറ്റവും ചെറിയതായ ഒരു മനുഷ്യനായി ജനിച്ചു എന്നുള്ളത് അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ജനനം നമ്മെ ഏറ്റവും എളിമ പഠിപ്പിക്കുന്നതാണ് എന്നുള്ളത് നിസ്തർക്കമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ താഴ്ത്തി സമർപ്പിച്ച് അവിടുത്തെ നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ട് അവിടുത്തെ മുൻപാകെ വീണ് അവനെ നമസ്കരിക്കുവാൻ, ആരാധിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. അങ്ങനെ ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ അനുഭവമായി മാറട്ടെ, നമ്മുടെ നിത്യരക്ഷയ്ക്ക് കാരണമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിൽ രാവിലെ സമയത്ത് തിരുസന്നിധിയിൽ വരാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ വിവിധ നിലകളിൽ ആഘോഷിക്കുന്ന ലോകത്തിൻ്റെ മുൻപാകെ കർത്താവേ, അങ്ങേ ഞങ്ങളുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ കണ്ടുകൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. രക്ഷിക്കപ്പെടാത്തവരായിട്ടുള്ളവർ അവിടുത്തെ രക്ഷയെ കണ്ടെത്തി അവിടുത്തെ സ്വീകരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആചാരാനുഷ്ഠാനങ്ങളോ ഈ ആഘോഷങ്ങളോ അല്ല ഞങ്ങളുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് കാരണമെന്നുള്ളത് മനസ്സിലാക്കുവാൻ ലോകത്തെ മുഴുവൻ അവിടുന്ന് ഇടയാക്കണമെന്ന് അടിയങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടവരെ അവിടുന്ന് സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. അതുപോലെ തന്നെ എളിമപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുക്രിസ്തുവിൻ്റെതായ ഭാവം ഞങ്ങളിൽ ഉണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ രാവിലെ സമയത്ത് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.